ത്രികോണമധ്യേ മൂലബിന്ദു കുടുങ്ങി. അർത്ഥം മനസ്സിലായിട്ടാണോ പാടിയത്, ചുമ്മാ പാടിയതാണോ? ഇപ്പൊ ഇവിടെ അടിവറക്കാണല്ലോ. ജസ്റ്റിൻ ചേട്ടനോട് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഒപ്പം സ്ത്രീ മുഞ്ചിയ ആ പേര് ഉറക്കം പറഞ്ഞു കുഴപ്പമില്ല. ഇതിപ്പം നീരജിന്റെ മധുരമായ ശബ്ദം എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ഒരവസ്ഥ. अब है सामने इसे झूलू जरा मर जाऊं या जी लूं जरा. ഹായ് ഹലോ. ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി എന്താന്നല്ലേ, പൈങ്കിളി മൂവി ഇറങ്ങിയപ്പം തൊട്ട് തെറ്റി എന്ന് പറഞ്ഞ സോങ്ങും അതിൻ്റെ ലിറിക്സും അതോടൊപ്പം തന്നെ അതിൻ്റെ യുണീക്ക് വോയിസും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഇന്ന് ഫിലിമി ബീറ്റിനൊപ്പം ഉള്ളത് ആ യുണീക്ക് വോയിസ് ആണ്. വെൽക്കം നീരജ്. ഹായ്. അപ്പം ഞാൻ യുണീക്ക് വോയിസ് എന്ന് പറഞ്ഞു. ആദ്യം എല്ലാവരും വിചാരിച്ചിരുന്ന ഈ തെറ്റി സോങ്ങിൽ ഈ സോങ് പാടിയിരിക്കുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെന്നാണ്. കാരണം ഒരു ശ്ലോകം വൈബിലാണല്ലോ പോകുന്നത്. പക്ഷെ കേട്ടപ്പോൾ ഞെട്ടി, അതൊരു യങ്സ്റ്റർ ആണ് പാടിയിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ആ സോങ്ങിലേക്ക് എത്തിപ്പെടുന്നത്? സോങ്ങിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ ആക്ച്വലി ജസ്റ്റിൻ ചേട്ടൻ്റെ പ്രൊഡ്യൂസർ അസിസ്റ്റൻ്റ് അങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ എത്തിപ്പെടലായിരുന്നില്ല. അവിടെ ഇങ്ങനെ ട്രാക്ക് പാടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ വിളിച്ചത്. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം ചിലപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ ട്രാക്ക് പാടാൻ ചിലപ്പോൾ വിളിക്കും. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു, എടാ ഇതൊന്ന് പാടി വെക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് പാടിക്കഴിഞ്ഞ് അത് ഇങ്ങനെയൊക്കെ ഓക്കെ ആയി. പിന്നെ അത് തന്നെ മതിയെന്ന് അവരെല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് അത് പാടാനുണ്ടായത്. അപ്പൊ ആദ്യമേ ഈ ഒരു മോഡുലേഷനിലാണോ പാടിയത്? ആദ്യമേ ജസ്റ്റിൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഇങ്ങനെയാണ് വേണ്ടത്. ആക്ച്വലി ഇതല്ല ആദ്യം പാടിയ പാട്ട്. ആദ്യം മമ മീനാക്ഷി എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു പാടിയത്. അതും ഏകദേശം ഈ ഒരു സിമിലർ ടോണായിരുന്നു. ആ ടോണിൽ തന്നെയായിരുന്നു പാടിയത്. അപ്പോൾ അത് പാടി അത് സെറ്റ് ആയതുകൊണ്ട് അതേപോലെ തന്നെ കുറച്ചുകൂടി ഒരു വേരിയേഷൻ വരുത്തിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം പാടാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ പാടാനൊക്കെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപടി ഞങ്ങൾ പാടി. ലിറിക്സിന്റെ അർത്ഥം മനസ്സിലായിട്ടാണോ പാടി? അതെനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ഇതിന്റെ ലിറിക്സിന്റെ ഓരോ വേർഡും എടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ഈ സോങ്ങിന്റെ ലിറിക്സ് അല്ലാണ്ട് ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മാത്തമാറ്റിക്സ് ആണല്ലോ, ഓഫ് കോഴ്സ് നമുക്കറിയില്ല. അപ്പൊ അർത്ഥം മനസ്സിലായിട്ടാണോ പാടിയത്, അത് ചുമ്മാ പാടിയതാണോ? ഇത് ആക്ച്വലി അർത്ഥം ആ സമയത്ത് അങ്ങനെ ഇതിന്റെ അതായത് പടത്തിന്റെ ആ ഒരു സീനിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം. അപ്പൊ എല്ലാം പ്ലാനുകളൊക്കെ തെറ്റി ഇങ്ങനെ ഇതാണ് എന്നുള്ളതുകൊണ്ട് ആ ഒരു സംഭവം തല വെച്ചിട്ടാണ് പാടിയത്. ആ സമയത്ത് സത്യം പറഞ്ഞ അർത്ഥം അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നീട് പിന്നെ അതൊക്കെ വായിച്ച് അങ്ങനെ ചോദിക്കാൻ, അത് ത്രികോണത്തിന്റെ നടുക്ക് എന്നുള്ള സംഭവം അങ്ങനെ എല്ലാം ചോദിച്ചാൽ പെടും. കാരണം വേണമെങ്കിൽ നമുക്ക് പറയാലോ, അതായത് പെട്ടിരിക്കുന്ന, അതായത് മെയിൻ ക്യാരക്ടർ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഇനി വേറൊന്നും ചെയ്യാനില്ല, ടോട്ടലി അകപ്പെട്ടു എന്നുള്ളതിനാണ് ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി എന്നൊക്കെ പറയുന്നത്. അത് മാത്തമെറ്റിക്കലി പറയാണ്. അപ്പൊ അത് ഫസ്റ്റ് കേട്ടപ്പോ എന്താ തോന്നിയത്? ഇങ്ങനെ ലിറിക്സ് എഴുതേണ്ട ആവശ്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനത്തെ ഒരു പാട്ടായതുകൊണ്ട് ആദ്യം ഇതിന്റെ ഒരു ജിബ്ബറിഷ് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു റഫ് വേർഷൻ ആയിട്ട് പാടിയത്. അപ്പോൾ അപ്പോളെ പ്രതീക്ഷിച്ചിരുന്നു ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. അതായത് അങ്ങനെയല്ല, അതായത് ഇങ്ങനത്തെ ഭയങ്കര കടുകട്ടി സാധനങ്ങളായിരിക്കും എന്ന് അറിയായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇത് കണ്ടിട്ട് ഞെട്ടലല്ല, ബുദ്ധിമുട്ടായിരുന്നു പാടാനായിട്ട്. ഇങ്ങനെ ഓരോ അതെന്തായാലും കുറച്ച് അരി പറക്കി. അതെ 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 അതെ. എത്രാമത്തെ ടേക്കിലായിരിക്കും അപ്പം ഇത് ഓക്കെ? അങ്ങനെ ഒരു ഇത്രാമത്തെ ടേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ എന്താ, മിക്ക സമയത്തും ഒരു കുറച്ച് ഭാഗം പാടും ചിലപ്പോൾ. അപ്പോൾ അതിൽ താളം സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും, പക്ഷെ ടോൺ മാറിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ടോൺ കറക്റ്റാക്കി പാടുമ്പോൾ ചിലപ്പോൾ വാക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് ഇപ്പോൾ പൈങ്കിളി മൂവിയിലൂടെയാണ് വന്നത് അല്ലെ? പ്ലേ ബാക്ക് സിംഗർ എന്ന് വിളിക്കാമല്ലോ. അപ്പൊ പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് പൈങ്കിളി മൂവിയിലൂടെയാണ് വന്നത്. പക്ഷെ മ്യൂസിക് പ്രൊഡ്യൂസർ ആണ്. അപ്പൊ കുറച്ച് മൂവീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല, അതായത് മ്യൂസിക് പ്രൊഡ്യൂസറായിട്ട് ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ അടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജസ്റ്റിൻ ചേട്ടനോട് എനിക്ക് തോന്നുന്നു കുറച്ച് മൂവീസിൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ, ചേട്ടൻ്റെ ഒപ്പം സ്ത്രീ മുഞ്ചിയ ആ മൂവീസ് മുതൽ ഇപ്പോൾ ഉള്ള പേര് ഉറക്കം പറഞ്ഞു കുഴപ്പമില്ല. മുഞ്ചിയ ആ മൂവി മുതലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ മുതൽ ഇപ്പോൾ പൈങ്കിളി, ദാവിദ, ലാസ്റ്റ് മൂവീസ് വരെ വർക്ക് ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഇട്ടിരിക്കുന്നത് മ്യൂസിക് പ്രൊഡ്യൂസർ
ഗിറ്റാറിസ്റ്റ്, സിംഗർ എന്നാണ്. അതെ. അപ്പൊ ഇത് മൂന്നും കൂടെയാണ്. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യുന്നത് ഏതാണ്? അതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിൽ എല്ലാം ഞാൻ സ്ട്രെസ് ഫ്രീ ആയിട്ട് തന്നെയാ ചെയ്യുന്നത്. ഇതിപ്പോ എന്താ ആരെങ്കിലും ഇങ്ങനെ മോണിറ്റർ ചെയ്യാൻ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് സ്ട്രെസ് വരുന്നത്. അല്ലാത്ത പക്ഷം എല്ലാം ഓക്കെയാണ്. ഒരേപോലെ ഇഷ്ടം തന്നെയാണ്. ഇത് ചെറുതിൽ തൊട്ടേ മ്യൂസിക് ഇഷ്ടമായിട്ട് ഇതിലേക്ക് വന്നതാണോ? എങ്ങനെയാണ് മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരും? അങ്ങനെ ചെറുതിലേ മുതലേ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഭയങ്കര എന്താ പറയാ ഭയങ്കര പ്രാന്ത് പിടിച്ചെന്നിരുന്ന ഒരാളല്ല. എന്താ പറയാ അച്ഛൻ മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കോമ്പറ്റീഷനുകളൊക്കെ ഇട്ട് ഇങ്ങനെ 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 പുഷ് ചെയ്യും നല്ല രീതിക്ക്. അപ്പോൾ അങ്ങനെ പോവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു എനിക്ക് തോന്നുന്നു 10th വെച്ചിട്ടാന്ന് തോന്നുന്നു ഞാനിങ്ങനെ പാട്ട് ഉണ്ടാക്കണതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടിനോട് കുറച്ച് ഇഷ്ടം. അങ്ങനെയാണ് പിന്നെ പാട്ടുകളോട് തന്നെ ഭയങ്കര ഇഷ്ടം വരാൻ തുടങ്ങി ഒരു 10th സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ചിട്ട്. അപ്പം മുതൽ പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെ പാട്ട് പഠിക്കാൻ പോയി. അങ്ങനെയല്ല, ഞാൻ പാട്ട് കുറച്ചൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് ആണ്. അതെ അതെ അതെ. അത് കഴിഞ്ഞ് പിന്നെ അത് 6ാം ക്ലാസ്സിലെന്തോ പിന്നെ അതൊക്കെ ബ്രേക്കായി പോയി. പിന്നെ കോളേജിൽ പാട്ട് തന്നെയായിരുന്നു പഠിച്ചത്. അതും അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെയാണ് മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരുന്നത്. ഒരു 11th 12th പിന്നെ ഡിഗ്രി ആ സമയത്താണ് ഇങ്ങനൊരു സൈഡും കൂടി ഉണ്ട് എന്ന് അറിയണത്. അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെയായി. അങ്ങനെ ചെന്നൈയിൽ ഹെൻറി കുരുവിള സാറിൻ്റെ അടുത്ത് മ്യൂസിക് പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ചത് മ്യൂസിക് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്നു. അത് പിന്നെ അനിൽ ജോൺസൺ സാറിൻ്റെ ഒപ്പം ഒരു മൂവി വർക്ക് ചെയ്തു. പിന്നെ ദീപക് ദേവ് സാറിൻ്റെ ഒപ്പം ഒരു മൂവി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റിൻ ചേട്ടൻ്റെ അടുത്ത് വന്നു. അതിനുശേഷം ജസ്റ്റിൻ ചേട്ടൻ്റെ കൂടെ തന്നെയാണ്. അതെ അതെ. അപ്പോൾ അച്ഛൻ മ്യൂസിക് ടീച്ചറാന്ന് പറഞ്ഞു. ഈ പാട്ട് കേട്ടിട്ട് എന്ത് പറഞ്ഞു? അതാണ് എല്ലാവരുടെയും റിയാക്ഷൻ എന്തായിരുന്നു ഈ പാട്ട് കേട്ടിട്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ റിയാക്ഷൻ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയല്ല, ഇതെന്താ വെച്ചാല് മൂവി ഞാൻ ചെയ്യുന്ന ആ സമയത്തൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ പാടുന്നുണ്ടെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല, പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ചെറിയ ഗോവ ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നേരെ എല്ലാരും ഒരു ബ്രേക്കിന് നേരെ അങ്ങോട്ട് പോയി. ആ സമയത്തായിരിക്കും ചിലപ്പോൾ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ അങ്ങനെ ചോദിക്കണം. അച്ഛന് സന്തോഷമായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങനെ ചോദിച്ചൊന്നുമില്ല. ചോദിച്ചിട്ടുണ്ടാവും, ഞാൻ ഓർക്കുന്നില്ല. ഈ തെറ്റി സോങ് പാടിയപ്പോഴത്തേക്കും ഇത് OTT ഇറങ്ങിയതിന് ശേഷമല്ലേ കുറച്ചും കൂടെ ഈ സോങ് കുറച്ചും കൂടെ വൈറലാവുന്നത്? OTT ആ ഒരു ടൈമിലാണ് ഈ സോങ് വൈറലാവുന്ന. ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റാൻഡംലി ഇങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുമായിരിക്കും ആ പാട്ടൊന്ന് പാടുമെന്ന്. അങ്ങനെ പെട്ടുപോയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയല്ല. അങ്ങനെ ഈ അടുത്ത്, അതായത് ഇപ്പം ഞാൻ ആ പാട്ട് പാടിയെന്ന് മനസ്സിലാക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ അറിയില്ല ആർക്കും. അങ്ങനെ ഫെമിലിയർ ആയി വരുന്നതേ ഉള്ളൂ ഫേസ്. നീരജാണ് പാടിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരുപാട് പേര് കമന്റ്സിൽ ഞാൻ കണ്ടേക്കുന്നത് ഓ ഇതൊരു ചെറുപ്പക്കാരനായിരുന്നോ പാടിയത്. എല്ലാരും വിചാരിക്കുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാർ. എനിക്കൊന്ന് വോയിസ് മോഡുലേഷൻ ചെയ്ത് പാടിയതിന്റെ ആയിരിക്കും. അന്ന് പാടും. ത്രികോണമധ്യേ മൂലബിന്ദു കുടുങ്ങി ഭുജ ഭുജ ദ്വിഭുജ ചതുർഭുജ വടിവിൽ തെറ്റി. തെറ്റാണ്ട് പാടി. ലിറിക്സ് മൊത്തം ഓർമ്മയുണ്ടോ? ഇല്ല. ഇത് തന്നെ പാട്ടുപാടി ആൾക്ക് ഓർമ്മയില്ല. ബാക്കി ചോദിച്ചാൽ ഞാൻ പെടും. ഓക്കെ, ഇനി പ്ലേബാക്ക് സിംഗർ ആയിട്ട് ഫ്രണ്ടിലോട്ട് പാടും എന്താ ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാവർക്കും കുറച്ച് പാടുന്ന എല്ലാവർക്കും നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹം ഉണ്ട്. പക്ഷെ അങ്ങനെ എന്താ പറയാ ഇതിനു വേണ്ടി അങ്ങനെ ട്രൈ ചെയ്ത് പോകുന്ന എനിക്കറിയില്ല. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഉണ്ട്, എല്ലാം നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതാ ചോദിച്ചത് ഇനി പ്ലേബാക്ക് സിംഗർ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ? അങ്ങനെയില്ല. ഞാൻ എന്റെ ഇൻഡി പ്രൊജക്ട്സ് ഞാൻ പാരലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൽബംസ്. അപ്പോ അങ്ങനെ അതിലൊക്കെ ഞാൻ പാടാൻ നോക്കാറുണ്ട്. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ മ്യൂസിക് പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നു അങ്ങനെയൊക്കെ തന്നെ നിന്ന് പോയാൽ. ഓക്കെ, അപ്പോൾ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻസ്പയർഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ. പ്രൊഡ്യൂസേഴ്സ് ആയാലും സിംഗേഴ്സ് ആയാലും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന എല്ലാ അതായത് ഒട്ടുമിക്ക ആൾക്കാരിലും എന്താ എല്ലാവരുടെയും ഓരോരോ സംഭവങ്ങൾ ഇൻസ്പയർഡ് ആവാറുണ്ട്. അങ്ങനെ പേരെടുത്ത് പറയാൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയല്ല, എല്ലാരും ഉണ്ട്. അതുകൊണ്ട്
എന്നാലും നമ്മളിങ്ങനെ നോക്കി കാണുന്ന അല്ലെങ്കിൽ ഇന്നൊരാളുടെ പാട്ട് കേട്ടിട്ടാവും മേ ബി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആഗ്രഹം കൂടുതലായിട്ടോ ഓ ഇത്രയും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെയൊന്നും തോന്നില്ല? അങ്ങനല്ലേ ഇപ്പൊ എല്ലാവരും ഞാൻ വർക്ക് ചെയ്ത എല്ലാവരുടെയും അവരുടെ പാട്ടുകളും എല്ലാ സംഭവങ്ങളും ഇഷ്ടമാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുടെയും ഇഷ്ടമാണ്. അങ്ങനെ പേര് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരവാണിത്. അതേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതുവരെ വർക്ക് പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ഒരു ഫേവറേറ്റ് സോങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫേവറേറ്റ് സോങ് എന്ന് പറയുമ്പോൾ ഞാൻ പാട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തത് ആകെ ദാവീദിലൊരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഈ പാട്ട് അതായത് മമ മീനാക്ഷിയിൽ കോ പ്രൊഡ്യൂസ്, അതായത് ദാവീദിലും കോ പ്രൊഡ്യൂസർ ആയിരുന്നു. പിന്നെ മമ മീനാക്ഷിയിലും കോ പ്രൊഡ്യൂസർ ആയിട്ട് വർക്ക് ചെയ്തു. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അത് രണ്ടും മാത്രമേ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം സ്കോറിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തത്. എന്നാലും വർക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഇതിൽ ഞാനാണല്ലോ വർക്ക് ചെയ്തത് എന്ന് വിചാരിച്ച് കേട്ട സോങ്സ്? അങ്ങനെയാണെങ്കിൽ ദാവീദിലെ വൺ ഓഫ് എ കൈൻഡ് ആ പാട്ടായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് മെറ്റൽ റോക്ക് ആ ഒരു ജോണർ കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ ആ പാട്ട് അതിലുള്ളതായിരുന്നു. അതുകൊണ്ട് അത് കുറച്ചുകൂടി ഇഷ്ടമുണ്ട്. അങ്ങനെ ഹിന്ദി സോങ്സ് ആണ് നെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇഷ്ടപ്പെട്ട ജോണർ? എനിക്ക് ആക്ച്വലി എന്താ പറയാ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് മെറ്റൽ റോക്ക് ആ ഒരു ഏരിയ ആണ് കൂടുതലും. ഞാൻ അതൊക്കെയാണ് കേട്ടോണ്ടിരുന്നത് എൻ്റെ സ്കൂൾ കോളേജ് സമയത്തൊക്കെ. അപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കും. മെറ്റൽ റോക്ക് ബാൻഡ്സിലെ പക്ഷെ ഇപ്പൊ ഇറക്കാൻ പോകുന്നത് കുറച്ച് എന്താ പറയാ അക്കൂസ്റ്റിക് അല്ലെങ്കിൽ ആംബിയന്റ് അങ്ങനത്തെ സാധനങ്ങളായിരിക്കും ആദ്യം ഇറക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മെറ്റലൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ആൾക്കാർ എടുക്കും അറിയില്ല. അല്ല ഇവിടെ ഇല്ലല്ലോ, മലയാളത്തിൽ ഇല്ലല്ലോ. അപ്പൊ മേ ബി മലയാളത്തില് മെറ്റലൊക്കെ ഉണ്ട്. ഇപ്പൊ ഡൗൺ റോഡൻസ് അല്ലെങ്കിൽ എന്താ പറയാ മദർജീൻ, അങ്ങനെ അങ്ങനെ എനിക്കൊന്ന് കുറച്ച് മേ ബി ഇത് ഇഷ്ടപ്പെടുന്നവരുടെ മാത്രം അറിയാവുന്ന ആൾക്കാരാവുമല്ലോ. അതെ, മെയിൻ സ്ട്രീം ആയിട്ടുണ്ടോന്ന് വെച്ചാൽ അങ്ങനെ ആയിട്ടില്ല. അപ്പൊ അങ്ങനെ അവരുടെ ആരുടെയെങ്കിലും പാട്ട് ജസ്റ്റ് പാടണം? അല്ല, നമ്മൾ പാട്ട് പാടുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പാട്ട് പാടുന്ന എന്നുള്ള വലിയൊരു ബ്ലെസ്സിങ് ആണ് ഒരാൾക്ക് പാട്ട് പാടാൻ കിട്ടുന്ന. അപ്പൊ ഇങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് പാട്ട് പാടിത്തരും, ഒന്ന് പാട്ട് പാടിത്തരാം. അങ്ങനെ ചെറുതിലൊരു ഓഫ് കോഴ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാനും അതുപോലെ ഒന്ന് പാട്ട് പാടിത്തരും. ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഈ മെറ്റൽ? അയ്യോ, ഞാൻ അങ്ങനെ പാടാറില്ല. മെറ്റൽ ഇതൊക്കെ ഈ ജോണറൊക്കെ ചെയ്യുമ്പോ എന്ന് വെച്ചാൽ കൂടുതൽ ഗിറ്റാർ ആയിരിക്കും ഫോക്കസ് വേറൊന്നുമില്ല. അതെല്ലാം മിക്കവാറും വെസ്റ്റേൺ പാട്ടുകളായിരിക്കും, വോക്കൽസ് ആയിരിക്കും. ഏറ്റവും ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ഏതാണ് ആ ഒരു ജോണറിലെ മെറ്റൽ റോക്ക്? അതിലെനിക്ക് ആനിമൽസ് ആസ് ലീഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട്, അതായിരിക്കും എപ്പോഴും ഞാൻ. അതെ. അപ്പൊ മ്യൂസിക് അറിയാന്നുള്ള ഒരാള് ഒരു മ്യൂസിക് ബാൻഡിനെയോ ആർട്ടിസ്റ്റിനെ ഇഷ്ടപ്പെടുന്നതും അറിയാത്തൊരു ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. നിങ്ങൾ കുറച്ചും കൂടെ ടെക്നിക്കലി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതി ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുക എന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇപ്പൊ ആനിമൽസ് ആസ് ലീഡേഴ്സ് ഇഷ്ടമാണ്. അവരുടെ ആ ഒരു എന്താ പ്രോഗ്രസീവ് മെറ്റൽ, അതാണ് അവരുടെ ജോണർ. അപ്പോൾ അത് പുള്ളീനെ ടോസിനോ ബാസി എന്നാണ് അതിലത്തെ ഗിറ്റാറിസ്റ്റിന്റെ പേര്. അപ്പോൾ പുള്ളീനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യും. പിന്നെ എന്താ സ്റ്റീവൻ വിൽസൺ പോർക്യുപൈൻ ട്രീയിലെ, അങ്ങനെ അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി സിനിമയില് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൊഡ്യൂസർ കമ്പോസർ ആ ഒരു രീതിക്ക് നീരജിന്റെ പേര് സ്ക്രീനിൽ എഴുതി കാണാൻ പറ്റുമോ? അത് അറിയില്ല, അതൊക്കെ ഇപ്പൊ വിദൂരതയിലാണത്. അതെ അതെ അതെ, അങ്ങനെ കരുതാം. ഈ സോങ് ഇറങ്ങിയപ്പോഴത്തേക്കും വിചാരിച്ചതിനെക്കാളും എനിക്കൊന്ന് പൈങ്കിളിയിലെ ഏറ്റവും ഫേമസ് ആയിട്ട് വന്ന ട്രാക്ക് ഇതാണ്. അങ്ങനെ വിചാരിച്ചിരുന്നോ ഇത്രയും ആൾക്കാർ കാരണം നിങ്ങളാണല്ലോ ഫസ്റ്റ് കേൾക്കുക, കേട്ടിട്ട് അത് സ്ക്രീനിൽ കാണുമ്പോഴും പിന്നെ ആൾക്കാർ ഇത് ഏറ്റെടുക്കുമ്പോഴും അങ്ങനെ തോന്നിയിരുന്നോ ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യുന്ന ഒരു പാട്ടാണെന്ന്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ജഡ്ജ്മെന്റ് നിങ്ങളുടെ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മളെപ്പോഴുും കേൾക്കുന്ന ഒരു പാട്ടല്ല, പിന്നെ ആ സീനിൽ ഇങ്ങനെ വരുമ്പോഴും ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എന്താ പറയാ, ആ സമയത്ത് ഇങ്ങനെ വൈറലാവും അങ്ങനത്തെ ഒരു ചിന്ത അല്ല, പക്ഷെ എന്നാലും ആൾക്കാര് ഇഷ്ടപ്പെടുമെന്ന്. അത് എന്റെ പേരെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഓൾമോസ്റ്റ് കേട്ടവർക്ക് എല്ലാവർക്കും പറയണ്ട. ഏറ്റവും നല്ലൊരു അഭിപ്രായം കേട്ടത് ആരുടെ അടുത്തെന്നാണ് ഈ സോങ് ചെയ്തതിന്? ഇൻഡസ്ട്രിയിൽ തന്നെ ആരെങ്കിലും ഇങ്ങനെ
പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പുറത്ത് ഇത് അറിഞ്ഞിട്ട് നീരജാണ് പാടിയെന്ന് അറിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞ അങ്ങനെ? ഇപ്പം റീസെന്റ് ദീപക് ദേവ് സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട്. സാർ അറിഞ്ഞില്ലായിരുന്നു ഞാനാ പാടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ സന്തോഷമായി. പിന്നെ അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരുടെയും പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇങ്ങനത്തെ യുണീക്ക് സോങ്സ് ഇപ്പൊ തെറ്റി നമ്മള് കേട്ട് പരിചയമുള്ള ഒരു സോങ് അല്ല, അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു ജോണർ സോങ്സ് അതൊന്നും അല്ല, വേറൊരു രീതിയിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ അനുസരിച്ച് വന്ന സോങ് ആണ്. അതുപോലെ തന്നെ ഇനിയും യുണീക്ക് സോങ്സ് ആ ഒരു രീതിയിൽ ചെയ്യാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോണർ ഉണ്ടോ ചെയ്യാനോ? ഇത് ആലോചിച്ചിട്ടില്ല അതിനെ കുറിച്ച്. അങ്ങനെയല്ല, ഞാൻ നീരജ് ആലോചിക്കാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അല്ല അതെന്താ സംബന്ധിച്ച് ഇതിപ്പം ടോട്ടലി ജസ്റ്റിൻ ചേട്ടന്റെ ആ ഒരു ജഡ്ജ്മെന്റ് ആണ്. ചേട്ടനാണ് ഇങ്ങനെ ഇത്ര ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാന്നൊക്കെ ചിന്തിച്ച് ലൈക്ക് അവരെല്ലാരും എടുത്ത തീരുമാനമാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് എന്താ പറയാ പാടി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതുപോലത്തെ ഡിഫറെന്റ് പാട്ട് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവരെ വെച്ചിട്ട് ഓഫ് കോഴ്സ് മെന്റേഴ്സ് ആയിരിക്കുമല്ലോ. ഇപ്പൊ ദീപക് ദേവ് സാർ ആയാലും ജസ്റ്റിൻ ചേട്ടൻ എല്ലാവരും മെന്റേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വെച്ചാൽ നമ്മൾ ഓഫ് കോഴ്സ് ഇൻസ്പയർ ആവില്ല ഇവരിങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക്. അങ്ങനെ വെച്ച് നോക്കുമ്പോ അതെ, എന്തായാലും എപ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോ ചിലപ്പോൾ ടൊണാലിറ്റി ആയിരിക്കും ചില പാട്ടിന്റെ, അല്ലെങ്കിൽ ലിറിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ മെലഡി ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്യാനാ നോക്കുന്നത്. അത് ഇനി വരുമ്പോ. അപ്പൊ ഈ തെറ്റി സോങ്ങിന്റെ ലിറിക്സ് പഠിക്കാൻ എത്ര നാളെടുത്തു? കാരണം നാക്കുളുക്കുന്നുണ്ടല്ലോ, ചുമ്മാ വായിച്ചിട്ട് തന്നെ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ നാളുകളൊന്നും സത്യം പറയാ അങ്ങനെ അല്ലായിരുന്നു ഇതിന്റെ പ്രോസസ്സ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാരലലി നടക്കായിരുന്നു. അപ്പൊ ഞാൻ അതിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ പെട്ടെന്ന് ചേട്ടൻ വിളിച്ചു, അത് ലിറിക്സ് സെറ്റ് ആയിട്ടുണ്ട്, അപ്പൊ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ സ്റ്റുഡിയോയിൽ പോയി. അവിടെ തന്നെയാണ്, അതായത് തൊട്ടപ്പുറത്ത് മുറിയില്ല. നേരെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത മുറി പോയപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ലിറിക്സ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു. നേരെ അത് നോക്കിയപ്പോൾ എനിക്ക് വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ ചേട്ടൻ അത് ഓരോ സാധനം പാടി പാടി തരും. എന്നിട്ട് അങ്ങനെ ചേട്ടൻ ഇങ്ങനെ പാടി തരണ കാരണം നേരെ അതങ്ങ് കേട്ട് അതേപോലെ തന്നെ പഠിച്ച് പാടിയാൽ മതി. അത് കാരണം അത്ര നാളുകളോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഈ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന്റെ സമയത്ത് എന്തെങ്കിലും ഫൺ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായി? പാട്ട് പാടിയതിന്റെ വാക്കുകളെ തെറ്റിപ്പോ, അതായത് വാക്കുകൾ തെറ്റിട്ട് വേറെ ആവുക, കാരണം കുടുങ്ങിയെന്നൊക്കെ പാടുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് തെറ്റിപ്പോവല്ലോ. തെറ്റിപ്പോവോ, വേറെ വാക്ക് അത് എന്ത് വാക്കൊക്കെയാന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഉറപ്പായിട്ടും തെറ്റി 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 തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. തെറ്റി സോങ്ങിന്റെ ടൈറ്റില് കറക്റ്റ് ആയിട്ട് പോലെ തന്നെ തെറ്റിയാണ് പാടിയത്. ഓക്കെ, ഇത് കേട്ടിട്ട് വിനായക് ശശികുമാർ എന്താണ് പറഞ്ഞത്? പുള്ളിക്കാരന്റെ ലിറിക്സ് നീരജിന്റെ ശബ്ദത്തിൽ പാടി നീതി പുലർത്തിയെന്ന് പറഞ്ഞോ? ഇല്ല, ഞാൻ പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ദീപക് ദേവ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത പാട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാടും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പാട്ടുകൾ ഇഷ്ടമാണ്. ഇപ്പം അകലെയോ നീ അകലെയോ ഇഷ്ടമാണ്, പിന്നെ പറയാതെ അറിയാതെ അതൊക്കെ ഇഷ്ടമായി. അങ്ങനെ ഏതാ പാടമാണ്? ഞാൻ കേട്ടിരിക്കാൻ റെഡിയാണ്. ഓക്കെ. അകലെയോ നീ അകലെയോ വിട തരാതെ പോയി നീ, അകലെയോ നീ അകലെയോ വിട തരാതെ പോയി നീ, ഒരു വാക്കിനു മകളെ നീയെങ്കിലും അരികിൽ ഞാനിന്നും, മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണ് പിരിയാതെ, അഴകേ വാ അരികേ വാ മലരേ വാ തിരികെ വാ, അഴകേ വാ അരികെ വാ മലരേ വാ തിരികെ വാ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. എന്തിനാ ഇങ്ങനെ പഠിച്ചേ? കേട്ടിരിക്കുന്ന ആൾക്ക് ആ ഒരു ഫീലില് ശബ്ദത്തില് നല്ല ശബ്ദമാണ് നീരജിനുള്ള, അത് കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. താങ്ക് യു. അപ്പൊ അക്വസ്റ്റിക് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ
പാട്ടുകള് ഗിറ്റാറിൽ വായിച്ച് ഇടാറുണ്ടല്ലോ. എനിക്കിന്ന് പറയണമെന്നുണ്ടായിരുന്നു, ഗിറ്റാറൊന്ന് കൊണ്ടുവരും, ഒന്ന് ഇവിടെ ഇരുന്ന് 2 പാട്ട് പാടിത്തരുമെന്ന്. പക്ഷെ മഴയും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല. ആണെങ്കിൽ ഗിറ്റാറിലാണ്ട് ഒരു പാട്ട് കൂടെ പാടിത്തരുമോ, ലാസ്റ്റ് ഇനി ഞാൻ ചോദിക്കില്ല. പെട്ടു, നീ കുട്ടീൻ്റെ അടുത്ത് ഒരു പെടുകയും ചെയ്തു. അങ്ങനെയല്ല, ഞാൻ പാട്ടുകൾ അങ്ങനെ പാടാറില്ല. അല്ല, ഞാൻ പാടാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ റീലും എടുത്ത് നോക്കിയാട്ടോ. അതെടുത്ത് നോക്കിക്കോ, അത് നോക്കുമ്പോ തന്നെ അറിയാം. ഒരു പോസ്റ്റ് അടുത്ത വർഷമായിരിക്കും ഞാൻ ചിലപ്പോ അടുത്തത് ഇടുന്നത്. എന്നാലും ഇട്ടല്ലോ, കേട്ടല്ലോ. ഇതിപ്പം നീരജിന്റെ മധുരമായ ശബ്ദം എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ഒരു അവസരം. ഇതെന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ പാട്ടുകളും ഇങ്ങനെ കേൾക്കും എന്നല്ലാതെ ഞാൻ പാട്ടുകൾ പഠിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടാവും, അതായത് കാണാപ്പാടം ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഞാൻ കോളേജ് സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച ഏതെങ്കിലും പാട്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഭയങ്കര പുതിയ പാട്ടൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ, അഭി മുझमें कहीं बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं, जाना जिंदा हूँ मैं तो अभी, कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियाँ चूम लूं या रो लूं जरा, मर जाऊं या जी लूं जरा. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഇത്രയും ഇങ്ങനെ പാടി ഞാനിങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിച്ചാലും തോന്നി, എന്തായാലും സോറി എങ്ങനെ തോന്നിയെങ്കിൽ. ഇല്ല, വളരെ നന്നായിട്ട്, ഓഫ്കോഴ്സ് പ്ലേ ബാക്ക് സിംഗർ ആണല്ലോ, അപ്പൊ നന്നായിട്ട് പാടുമല്ലോ. അപ്പോൾ ഇനി ഇതുപോലത്തെ കുറേ പാട്ടുകൾ നീരജിന്റെ സൈഡിൽ നിന്ന് സിനിമകളിലൂടെയും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലൂടെയൊക്കെ കേൾക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഫിലിം ബീറ്റിനോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും നല്ല പാട്ടുകൾ പാടിത്തന്നതിനും ഒക്കെ താങ്ക് യു.